നിങ്ങളാ പറഞ്ഞത് കേട്ടാ, എൻ്റെ കൂട്ടുകാർക്ക് എന്നോടുള്ള സ്നേഹമാണ് അറിയിച്ചത്. ഒന്നുകൂടി വേണമെങ്കിൽ കേട്ടു നോക്കി, എന്നെ കുറിച്ചാണ് പറയണത് ഞാൻ വന്നതുകൊണ്ട്. ഷാൻജി പുതിയ വല ഭയങ്കര ഐശ്വര്യമാണല്ലേ തേജാബായിടാ. അപ്പോൾ ഇതൊരു ഫിഷിംഗ് വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഷാൻജേട്ടൻ്റെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടേക്കണേണ്. ബാക്കിയുള്ളതൊക്കെ പുറകെ വരുന്നുണ്ട്. ഇതുണ്ടാവും വാട്ടർ മെട്രോ ഒക്കെ കണ്ട് നമുക്കിങ്ങനെ വല വീശി അവർക്കും തിരിച്ചും കുറേ വല വീശുകാർ എന്നെപ്പോലെയുള്ള തള്ളു ടീമിനെയും കുറേയൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ ഈ യാത്രയുടെ ഇടയിൽ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെ. അപ്പോൾ എന്തായാലും ഷാൻജിയുടെ വീഡിയോസാണ് ഇന്നത്തെ വല വീശുന്നത്. കണ്ടോട്ടാകും മീൻ കയറിലൊന്നും പറയാനില്ല. ഞാൻ കുറച്ച് നേരം ഇന്നുള്ളൂ. ഇതൊന്നും അല്ലായിരുന്നു, അതിൻ്റെ അകത്തൊരു കാൽഭാഗം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അന്ന് കിട്ടിയേക്കണേൽ. എന്തായാലും ബാക്കി വിശേഷങ്ങൾ നേരിട്ട് കണ്ടോ. നേരത്തെ അറിയാൻ പറ്റിയില്ലല്ലോ. അല്ലേ അല്ല ഒരു മുട്ട കുട്ടിയുള്ളൂ. അപ്പോൾ ഒറ്റ വീശലിൽ കയറിയ പിലോപ്പിയുടെ എണ്ണം കണ്ടല്ലോ അല്ലേ. ഇതല്ലട്ടെ, ഇതൊക്കെ മേലേക്ക് കയറിയായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ എന്തായാലും പിന്നെ ഈ വല അത് പുതിയ വലയാണ്, പുത്തൻ വല. ഇന്ന് ആദ്യമായിട്ട് വീശിയതാണ്. അതിനെക്കുറിച്ചൊക്കെ അത് നിങ്ങൾ അറിയാനുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം, എന്നിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. എന്തായാലും അന്നല്ല ആവശ്യമായിരുന്നു എല്ലാവർക്കും മീൻ. അത് കാരണം എല്ലാവരും ഹാപ്പി, ഞാനടക്കം. കാരണം എനിക്കും വീഡിയോ കിട്ടിയതല്ല. ഇതാണ് ഷാൻചേട്ടൻ. ഷാൻചേട്ടൻ പുത്തൻ വലയാണ്. ഷാൻചേട്ടൻ്റെ തള്ളെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഈ ഒരു എയറിൽ ആ തള്ളാണ് ഉദ്ദേശിച്ചത്, നിങ്ങളുടെ മറ്റേ മെയിൻ തള്ളല്ല. അപ്പോൾ ആ തള്ളിൽ കിട്ടിയ മീനുകളാണ് ഇത്. ഒറ്റ വീശലിൽ കിട്ടിയാണ്. അത് പുത്തൻ വലയിലാണ് കിട്ടിയേക്കണത് അല്ലേ ഷാൻചേട്ടാ? ഷാൻചേട്ടൻ്റെ പല ഏറുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഇത് പുതിയ വലയിലുള്ള ഏറായിരുന്നു നിങ്ങൾ കണ്ടത് അന്ന്. അതായത് ഞാൻ ഈ വീഡിയോ എടുത്ത ദിവസം ഉണ്ടല്ലോ, എല്ലാവർക്കും ആവശ്യം മീനായിരുന്നു. നല്ല കിലോ കണക്കിന് കിട്ടിയെന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ 2-3 മണിക്കൂർ അവിടെ നിന്നോളൂ. എനിക്ക് കുറച്ച് ഓട്ടോ ഉള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ആ പുത്തൻ വല ഒന്നും കൂടി വീശാൻ വേണ്ട. എല്ലാ വീശലിലും എന്തൊക്കെയൊക്കെ കിട്ടും. അത് ഒരെണ്ണമൊന്നുമല്ല, 3, 4, 5, 6 ആയിട്ടാണ് കയറുന്നത് പിലോപ്പികൾ. അപ്പോൾ എന്തായാലും നല്ല ഐശ്വര്യമുണ്ട് പുതിയ വലക്ക്. ഷാൻജി പിന്നെയും പിടിച്ചുകൊണ്ട് തന്നെ കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് കണ്ട കിടന്ന് പെട്ടക്കനെ ഷാൻചേട്ടാ. എന്തായാലും നമ്മുടെ തേജാബായി അല്ലെ, എടപ്പള്ളി തേജാബായിയുടെ വല എങ്ങനെയുണ്ട്? ഐശ്വര്യമുണ്ട്. ഏതായാലും ഒറ്റ വീശലിന് ഇപ്പൊ കിട്ടിയാണ്ടില്ലേ കമ്പനി അല്ലേ? മനോജിനെ അറിയാലോ എല്ലാവർക്കും. മനോജ് വീശുന്ന വീഡിയോ നമ്മൾ ഇടാറുണ്ട് എപ്പോഴും. നിങ്ങൾ വീഡിയോയുടെ ആദ്യം കേട്ട അതേ സൗണ്ട് എനിക്കിട്ടാണ്. അതാരാ പറയുന്നറിയാമോ? മാന്ത്രികൻ സുമേഷ്. ഈ മാന്ത്രികൻ സുമേഷിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. വേറെ മാന്ത്രിക വലയിട്ട് വന്ന് മാന്ത്രികമായി വീശി മാന്ത്രികമായി മീനെ പിടിക്കുന്ന സുമേഷിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സുമേഷിൻ്റെ വീഡിയോ ഒക്കെ പുറകെ വരുന്നുണ്ട്. അതൊക്കെ അടുത്ത ദിവസം. ഇത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഷാൻജീനെയാണ്. അതുകൊണ്ടാണ് ഷാൻജാൻ്റെ മാത്രമായിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടാണ്. വിനോഷം മറ്റേതൊക്കെ ഉണ്ട് ഇന്നത്തെ വീശിന. എന്തായാലും അന്ന് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. എന്തൊരു മുടക്കൂസം എനിക്ക് തോന്നുന്നത് വെള്ളിയാഴ്ചയാണ് അതിൻ്റെ പിറ്റേ ദിവസമാണ്. എന്തോ ശനിയാഴ്ചയായിരുന്നു, ഈസ്റ്ററിൻ്റെ തലേ ദിവസം. എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എല്ലാവരുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണിയായിരുന്നു. എന്താ പറയുക, വട്ടത്തിലായിരുന്നു എനിക്കിട്ടും കിട്ടിക്കൊണ്ടിരുന്നത്. ഒന്നും പറയണ്ട. എല്ലാവരും ഉണ്ട്. ഇതേ കണ്ട ബാക്കിലേക്കുണ്ട് മാന്ത്രികൻ സുമേഷ്. അപ്പോൾ അതൊക്കെ വീഡിയോ പുറകെ വരുന്നുണ്ട്. റോഷൻ്റെ ഏറും കൂടി നമുക്ക് കാണാം. റോഷനും മീനും കിട്ടുകയുണ്ട് കേട്ടോ നല്ലോണം. ഇത് കണ്ട. അപ്പോൾ എന്തായാലും അതൊക്കെ മാന്ത്രികൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അത്ര തന്നെ. ഇത് കേൾക്കണ്ട, എന്നെ വിളിച്ച് ചീത്ത വിളിക്കുമ്പോൾ കുറേ ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അപ്പോൾ എന്തായാലും ലാവിഷ് മീനായിരുന്നു എല്ലാവർക്കും അന്ന്. അതിനിടയിൽ ഷാൻജി അപ്പുറത്ത് കാട്ടിക്കൂടിയൊക്കെ കയറിപ്പോയിട്ട് എറിയാനുള്ള പരിപാടിയിലാണ്. അതിനിടയിലാണ് ഇപ്പുറത്ത് നോക്കുമ്പോൾ മാന്ത്രികൻ സുമേഷിൻ്റെ വലയിൽ മീൻ കയറിയിട്ടുണ്ട് മോനെ. അതെന്തായാലും വേറൊരു വീഡിയോ ആയിട്ടേ വിടുള്ളൂ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ പറയാനുണ്ട്. വെറുതെ പറഞ്ഞാണ്. അത് അവരെ ഹൈലൈറ്റ് ചെയ്തിട്ട് വേറൊരു വീഡിയോ പുറകെ വരുന്നതായിരിക്കും. പിന്നെന്താണ്, നമ്മുടെ ചാനലിലൂടെ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തിട്ടേക്കുക. ഇതുപോലുള്ള വീഡിയോസ്, അത് ഫിഷിങ്ങിൻ്റെ മാത്രമല്ല കേട്ടോ, എന്ത് നമ്മുടെ ചാനലിൻ്റെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു പ്രത്യേകത പറഞ്ഞാൽ എപ്പോൾ എന്ത് എങ്ങനെയൊന്നും പറയില്ല, എന്തും പ്രതീക്ഷിക്കാം. മനസ്സിലായോ? എന്തും സംഭവിക്കാം. അത് തന്നെ. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആണ്. നമ്മുടെ പേജ് അല്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്തിട്ടേക്കുക. അടുത്തൊരു മനോഹര വീഡിയോ ആയിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ, താങ്ക് യു.